ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നത്തെയും പോലെ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല കേട്ടോ. റമദാനൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ കിച്ചണിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ റമദാനിന്ന് മാത്രമല്ല കേട്ടോ, നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓൾറെഡി ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ വർക്കിനൊക്കെ പോകുന്നവരാണെങ്കിൽ കിച്ചണിൽ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഓളെന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് വിട്ടാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് റെഡിയാക്കിയെടുക്കാം. നോമ്പിന് നമ്മൾ ഇടയ്ക്കൊക്കെ സ്നാക്സ് ഉണ്ടാക്കുന്നതല്ലേ, കട്ട്ലറ്റും ചിക്കൻ റോളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഒരു മാസത്തോളം അത് അങ്ങനെ തന്നെ ഇരുന്നോളും. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്, കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരുവശമൊന്നും കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാം കൂടി കട്ട് ചെയ്തിട്ട് ഇതുപോലെ മിക്സി ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളിതാ ബ്രെഡൊക്കെ മൊത്തമായിട്ട് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ബ്രെഡൊക്കെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ചൂടാക്കി എടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ബ്രെഡാണ് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ബ്രെഡ് ഒന്ന് ചൂടായി വരുമ്പോൾ ആദ്യം സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുക, പിന്നെ ഒന്നും കൂടി ചൂടാക്കി എടുക്കുമ്പോഴാണ് ഇതുപോലെ ക്രിസ്പി ആയിട്ട് വരിക. ഇപ്പോൾ ഇതാ ബ്രെഡ് ക്രംസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് റവക്കഞ്ഞി അഥവാ തരിക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കാനുള്ള സേമിയയും റവയും കൂടി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ സേമിയ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും ഒരു കുന്തം വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് അടിച്ച് പൊട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സേമിയ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കിട്ടാനാണ്. ഇതിപ്പോൾ കവർ പൊട്ടിച്ചിട്ട് ചെയ്താലും പോലെ കൈ വെച്ചിട്ട് പൊടിച്ചാൽ പോരെയെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ആകുമ്പോൾ ഇതൊക്കെ തറയിലും എല്ലായിടത്തേക്കും തെറിക്കും. ഇതാവുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് പൊട്ടും ചെയ്യും, എവിടെയോട്ടും തെറിക്കത്തുമില്ല. ഇപ്പോൾ ഇതാ സേമിയൊക്കെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പൊടിയാൻ ബാക്കിയുണ്ടെങ്കിൽ ആ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ വലിയ സേമിയ ആയതുകൊണ്ടാണ് നമ്മളൊന്ന് പൊടിച്ചെടുക്കുന്നത്. പൊടിച്ച സേമിയ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വറുത്തെടുത്താൽ മതി. ഇനി വറുത്ത സേമിയ ആണെങ്കിൽ വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ പൊടിച്ച സേമിയൊക്കെ ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ആ സേമിയയുടെ ഒരു കളറൊക്കെ ഒന്ന് അങ്ങോട്ട് ചേഞ്ച് ആയി വരും. അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ സേമിയൊക്കെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് റവ കൂടി ചൂടാക്കിയെടുക്കാം. അതിനായിട്ട് പാനിലേക്ക് റവ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതാ റവയും നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെ ചൂടാക്കി വെക്കണമെന്ന് വെച്ചാൽ റവയിലൊക്കെ കുറേ ദിവസം വെക്കുമ്പോൾ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതൊന്നും വരാതിരിക്കാനാണ്. ചൂടാക്കിയതൊക്കെ നമ്മളിതാ ഓരോ പ്ലേറ്റിലായിട്ട് ഇട്ടിട്ട് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ ഓരോ ബോക്സിലാക്കിയിട്ട് ഇട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ബ്രെഡ് ക്രംസ് ആണെങ്കിലും സേമിയ ആണെങ്കിലും റവയാണെങ്കിലൊക്കെ പുറത്തന്നെ വെച്ചാൽ മതിയാവും, കേടുകൂടാതെ അങ്ങനെ തന്നെ 1-2 മാസം ഇരുന്നോളും. പിന്നെ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നനവില്ലാത്ത സ്പൂണൊക്കെ യൂസ് ആക്കുക. അതുകൊണ്ട് അതിൽ തന്നെ ഓരോ സ്പൂൺ ഇട്ട് വെച്ച് കൊടുത്താൽ അത്രയും നല്ലത്. എന്നിട്ട് ഇതുപോലെ അടച്ചു വെച്ച് സൂക്ഷിക്കാം. പിന്നെ ഇതാ കുറച്ച് അധികം ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നോമ്പിന് ഈത്തപ്പഴമോ കരയ്ക്കോ അല്ലെങ്കിൽ വെള്ളമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നോമ്പ് തുറക്കാറ്. അപ്പോൾ കുട്ടികളൊക്കെ കുറച്ചധികം കഴിച്ചോട്ട് വെച്ചിട്ട് നമ്മൾ ഈത്തപ്പഴമൊക്കെ കുറച്ചും കൂടി അധികം ആ സ്നാക്സിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കും. സ്നാക്സും ഫ്രൂട്ട്സൊക്കെ കഴിച്ചു കഴിഞ്ഞാലും ഈത്തപ്പഴം ആ കിടപ്പ് അവിടെ കിടക്കും. അപ്പോൾ അതിനായിട്ട് ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ നട്ട്സോ ബദാമോ ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ബോക്സിലിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിൽ നിന്ന് ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് വെച്ച് കൊടുത്താൽ മതിയാവും. നമ്മളെന്തോ വലിയ ഡിഷ് ഉണ്ടാക്കിയതാണെന്ന് വിചാരിച്ചിട്ട് കുട്ടികളൊക്കെ എടുത്ത് കഴിച്ചോളൂ. കുട്ടികൾ മാത്രമല്ല വലിയവരും എടുത്ത് കഴിച്ചോളൂ. നിങ്ങൾക്കറിയാലോ, ഈത്തപ്പഴം ബദം കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഈത്തപ്പഴമൊക്കെ ഇതുപോലെ സെറ്റാക്കി വെച്ചോളൂ കേട്ടോ. ഈ നോമ്പിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂന്നേ. പിന്നെ ഇതാ നമ്മൾ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ എല്ലില്ലാത്ത പീസ് ഒരു ബോക്സിൽ, അതുപോലെ കറി വെക്കാനുള്ളത് ഒരു ബോക്സിൽ, ഫ്രൈ ചെയ്യാനുള്ളത് വേറൊരു ബോക്സിൽ, അങ്ങനെയൊക്കെ ഇട്ടിട്ട് അടച്ചു വെക്കുവാണെങ്കിൽ കറി വെക്കാൻ നേരത്തും ഫ്രൈ ചെയ്യാൻ നേരത്തൊക്കെ അതിൻ്റെ ഓരോ ബോക്സ് എടുത്താൽ മതിയാവും. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടൈമിൽ വെച്ചിട്ട് ഫ്രീസറിൽ ഇരിക്കുന്ന ചിക്കനായിട്ട് ഒരു മൽപ്പിടുത്തം നടത്തേണ്ടി വരും. ഇതിപ്പോൾ ചിക്കൻ്റെ കേസ് മാത്രമല്ല, ബീഫ് ആകുമ്പോഴും നല്ല ബീഫ് കിട്ടുമ്പോൾ ഇതുപോലെ കുറച്ചധികം വാങ്ങിച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ ബോക്സിലാക്കി ഇട്ട് വെക്കുക. നമുക്കറിയാലോ ഓരോ ദിവസം എത്രമാത്രം നമ്മളെടുത്ത് കറി വെക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചായിട്ട് ഓരോ ബോക്സിലിട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു ബോക്സ് എടുത്തിട്ട് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് കഴുകിയെടുത്ത് കറി വെച്ചാൽ മതിയാവും. അല്ലാത്ത പക്ഷം നമ്മൾ വാങ്ങിച്ച എല്ലാ ബീഫും കൂടി എടുത്ത് വെള്ളത്തിൽ ഇടുന്നു, എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് പിടിച്ച് വലിച്ച് കറി വെക്കുന്നു, ബാക്കി എടുത്ത് ഫ്രിഡ്ജിലേക്ക് വീണ്ടും വെക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കഷ്ടപ്പാടില്ലാണ്ടിരിക്കാനാണ് ഇതുപോലെ ചെയ്തു വെക്കാൻ പറഞ്ഞത്. ഇനി ഇതാ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതാ കുറച്ചധികം നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് റെഡിയാക്കി വെച്ചോളൂ. കാരണം ഇത്രയും ഈസിയുള്ളൊരു സംഭവം
വേറെയില്ല. ഈ നോമ്പിന് ബാങ്ക് വിളിക്കാൻ നേരത്താണ് എല്ലാവരും വെള്ളം കലക്കാൻ ഓടുക. എന്നിട്ട് വെള്ളം എടുക്കുന്നു, പഞ്ചസാര എടുക്കുന്നു, കലക്കുന്നു. നാട്ടുകാരൊക്കെ അറിയുന്ന ഒരു 2 ഗ്ലാസ് വെള്ളം കലക്കുന്നതാണെങ്കിലും ഭയങ്കര സൗണ്ടും ഒച്ചപ്പാടും, അതിൻ്റെ ഇടയ്ക്ക് ബാങ്കൊക്കെ വിളിക്കുന്നു. ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം കലക്കാൻ ഭയങ്കര സിമ്പിളാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ചധികം നാരങ്ങ എടുത്തിട്ട് ഇതുപോലെ 2ആക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിതാ അതിൻ്റെ ഉള്ളിലുള്ള ആ സീഡൊക്കെ പുറത്ത് കളയുന്നുണ്ട് കേട്ടോ. ആ നാരങ്ങയുടെ കുരുവില്ലേ അതൊക്കെ കളയുന്നുണ്ട്. ഇനി നിങ്ങൾ പിഴിഞ്ഞെടുത്തതിൻ്റെ ശേഷം അരിച്ചെടുത്താലും മതി. അതിൽ നല്ലത് ആദ്യം തന്നെ ഇങ്ങനെ കുരു കളഞ്ഞിട്ട് ഒരു ബോട്ടിലേക്ക് ആ നാരങ്ങ നീര് മൊത്തം ഇതുപോലെ പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ നാരങ്ങ മൊത്തം ഒരു ബോട്ടിലേക്ക് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഐസ് ബോക്സില്ലേ, നമ്മൾ ഐസ് കട്ടയൊക്കെ ഉണ്ടാക്കുന്നത്, അതിലോട്ട് നമ്മൾ പിഴിഞ്ഞെടുത്ത നാരങ്ങ നീര് മൊത്തം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതാ മൊത്തമായിട്ട് ആ നാരങ്ങ നീര് ഐസ് ബോക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. 2-3 മണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ തന്നെ നാരങ്ങ നീരൊക്കെ ഇതുപോലെ കട്ടയായി കിട്ടും കേട്ടോ. എന്നിട്ട് ഒരു ബോക്സിലിട്ടിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ മതിയോ. പിന്നെ എപ്പോഴാണോ നമ്മൾ വെള്ളം കലക്കുന്നത് ആ ഒരു ടൈമിൽ അതിൽ നിന്ന് ഒരു 2-3 ക്യൂബ് ഒരു ജഗ്ഗിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മധുരമാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നന്നാരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം റെഡി കേട്ടോ. ഇതിപ്പോൾ നമുക്ക് കുട്ടികളെ തന്നെ ഏൽപ്പിച്ചാൽ അവർ സെറ്റാക്കി തരും, അവർ കലക്കി തരും. നാരങ്ങയൊന്നും പിഴിഞ്ഞ് കഷ്ടപ്പെടാനില്ലല്ലോ. പിന്നെ കുറച്ച് മൊഞ്ചൊക്കെ കൂട്ടണമെങ്കിൽ കുറച്ച് കസ്കസൊക്കെ ആഡാക്കിയിട്ട് ഇതുപോലെ നല്ല അടിപൊളി വെള്ളമാക്കിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ നോമ്പിന് നമുക്ക് തരിക്കഞ്ഞി ഉണ്ടാക്കാനും കറി ഉണ്ടാക്കാനൊക്കെ കുറച്ചധികം തേങ്ങയും തേങ്ങാപ്പാലൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇതുപോലെ കുറച്ചധികം തേങ്ങയൊക്കെ ചിരക്കി വെക്കുക. വീട്ടിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ കുറച്ചധികം ചിരക്കി വെച്ചാൽ മതിയാവും. ഇനി അതുമല്ല, വീട്ടിൽ ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരിക്കുന്നവരെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതിയാവും 2 തേങ്ങയൊക്കെ ചിരക്കി വെക്കാൻ. എന്നിട്ട് ഇതുപോലെ ഒരു ബോക്സിലിട്ട് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. നമുക്ക് എപ്പോഴൊക്കെയാണോ തേങ്ങയ്ക്ക് ആവശ്യം അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് യൂസ് ആക്കിയാൽ മതിയാവും. പിന്നെ പത്തിരിക്കൊക്കെ വറുത്തരച്ച കറി ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം തേങ്ങയൊക്കെ വറുത്ത് വെക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് നമ്മളിതാ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും വലിയ ജീരകവും പിന്നെ കുറച്ചധികം കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വറുത്ത് വെക്കുക കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വറുത്ത് വെക്കണം. തേങ്ങ വറുക്കാനൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതുകൊണ്ടാണ് തേങ്ങയിലേക്ക് ഇത്ര ചെറിയ ഉള്ളി ഇത്ര ജീരകം എന്നൊന്നും ഞാൻ പറയാത്തത് കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിൽ മെമ്പേഴ്സൊക്കെ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് തേങ്ങയൊക്കെ കൂട്ടിയിട്ട് അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ കൂട്ടിയെടുക്കുക. തേങ്ങ കറക്റ്റായിട്ട് വറവെത്തിയോന്ന് എങ്ങനെയാണ് അറിയാമെന്ന് വെച്ചാൽ, നമ്മൾ വറുത്തെടുത്തപ്പോൾ അതിൽ യൂസാക്കിയ കറിവേപ്പിലയില്ലേ അത് ഇതുപോലെ കൈയിട്ട് പൊടിച്ചാൽ നന്നായിട്ട് പൊടിയുന്നുണ്ടെങ്കിൽ തേങ്ങ കറക്റ്റ് വറവെത്തിക്കണം എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. എപ്പോഴൊക്കെയാണോ നമ്മൾ തേങ്ങ വറുത്തരച്ച് കറി വെക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് 1-2 സ്പൂൺ എടുക്കുക. കുറച്ച് പച്ചത്തേങ്ങയിലോട്ട് ആഡാക്കിയിട്ട് അരച്ചിട്ട് കറിയിലോട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. അടുത്തതായിട്ട് ഇതാ കുറച്ചധികം ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. നോമ്പിനൊക്കെ എന്തായാലും നമ്മൾ വീട്ടിൽ ഡേറ്റ്സ് വാങ്ങുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ കുറച്ചധികം എടുക്കുക. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള കുരു ഒക്കെ കളഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഇതാ ഡേറ്റ്സിൻ്റെ ഒക്കെ കുരു നമ്മളിവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിലോട്ട് നല്ല തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ അവിടെ കിടന്നോട്ടെ കേട്ടോ. അരമണിക്കൂർ കഴിയുമ്പോൾ ഡേറ്റ്സ് ഒക്കെ ഇതാ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളവും ഡേറ്റ്സും ഒക്കെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇതാ ഈ ഒരു രീതിക്കാട്ടോ നമ്മൾ ഡേറ്റ്സ് ഒക്കെ അരച്ചെടുത്തിട്ടുള്ളത്, ഒട്ടും തരിയൊന്നും ഇല്ലാണ്ട്. ഇനി നമുക്ക് ഇതൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നെ എപ്പോഴൊക്കെയാണോ നമുക്ക് ജ്യൂസ് അടിക്കാൻ തോന്നുന്നത് ആ ഒരു ടൈമിൽ മിക്സി ജാറിലോട്ട് കുറച്ച് പാലും ഇതിൽ നിന്ന് മധുരത്തിന് ആവശ്യമായിട്ട് 1-2 സ്പൂൺ ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. തണുപ്പിച്ച് കുടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ സെർവ് ചെയ്യുമ്പോൾ ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് മൊഞ്ചിലൊക്കെ കുടിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കുറച്ച് നട്ട്സോ ബദാമോ ഒക്കെ കട്ട് ചെയ്തത് മുകളിൽ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നോമ്പിനൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നവരാണെങ്കിൽ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ നല്ല ചൂടുള്ള പാലിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് 1-2 സ്പൂണ് ഇതുപോലെ ഡേറ്റ്സ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും കുടിക്കുക കേട്ടോ. ഇപ്പോൾ ചായ കുടിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചായക്ക് പകരം ഇത് കൊടുക്കുക. ഇനി അതല്ല വീട്ടിൽ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവർക്കും ഇങ്ങനെ കൊടുക്കുക കേട്ടോ. ഇനി അതൊന്നുമല്ല, അത്താഴത്തിന് ചോറൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ബ്രെഡിൽ ജാമാക്കിയിട്ട് യൂസാക്കിയിട്ട് അങ്ങനെയും കഴിക്കാം. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യം അതുപോലെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഡേറ്റ്സ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു 2-3-4 ഉപയോഗം നമുക്ക് ഒറ്റയടിക്ക് നടക്കുമല്ലോ. ഇനി അടുത്തതായിട്ട് ഇതാ ബീഫ് കറി, തരിക്കഞ്ഞി, സ്നാക്സ് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പൊടികളൊക്കെ ആവശ്യമുണ്ട്. മെയിനായിട്ട് നമുക്ക് നോമ്പിന് വേണ്ട കുറച്ച് പൊടികൾ അതൊക്കെ ഒന്ന് പൊടിച്ച് വെക്കാം. അപ്പോൾ ആദ്യം തന്നെ ഏലക്ക ഒന്ന് പൊടിച്ച് വെക്കാം. ഇത് പൊടിക്കുമ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി കൂട്ടിയിട്ട് പൊടിക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ഇനി അടുത്തതായിട്ട് കുരുമുളക് പൊടി റെഡിയാക്കിയെടുക്കാൻ നമുക്ക് ബീഫ് കറിയും സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ആവശ്യമാണ്.
പിന്നെ ഇതാ ഗരം മസാല. അതിപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ ഡീറ്റെയിൽഡായിട്ട് നോമ്പിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോയിൽ പറയലുണ്ട്. അപ്പോൾ എപ്പോഴും പറഞ്ഞ് ബോറടിപ്പിക്കണ്ടല്ലോ, എല്ലാവർക്കും ഇപ്പോൾ ഗരം മസാല ഉണ്ടാക്കാൻ അറിയുന്നതായിരിക്കും. അപ്പോൾ ഏലക്കയും കുരുമുളകും ഗരം മസാലയൊക്കെ നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. എടുക്കുമ്പോൾ നനവില്ലാത്ത സ്പൂൺ യൂസാക്കി എടുക്കുക കേട്ടോ. ഇനി അതുപോലെ നോമ്പിന് ഏറ്റവും മെയിനായിട്ട് ചിലവാകുന്ന ഒരു സംഭവമാണ് വലിയ ഉള്ളി, അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് വെച്ചാൽ എത്ര തന്നെ നമ്മൾ അരച്ച് വെച്ചാലും അത്രയും അധികം യൂസാണ്. കാരണം കറി വെക്കാനും സ്നാക്സ് ഉണ്ടാക്കാനും. അതുപോലെ തന്നെയാണ് വലിയ ഉള്ളി. അപ്പോൾ വലിയ ഉള്ളിയൊക്കെ നമുക്ക് അരിഞ്ഞ് ഞാൻ വെക്കുന്നില്ല. സാധാരണ നമ്മൾ ചെയ്യല് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ അതിൻ്റെ മുകളിലുള്ള തോലൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് എപ്പോഴാണോ നമുക്ക് വലിയ ഉള്ളിയുടെ ആവശ്യം ആ ഒരു ടൈമിൽ വലിയ ഉള്ളി എടുത്തിട്ട് നമ്മൾ കട്ടാക്കി എടുക്കും. അപ്പോൾ അങ്ങനെ കട്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കണ്ണീര് ഒഴുക്കേണ്ടി വരില്ല. എന്ന് വെച്ചാൽ ഉള്ളി അരിയുമ്പോൾ എരിയത്തില്ല കണ്ണ്. അപ്പോൾ അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇഞ്ചി വെളുത്തുള്ളിയും അതൊന്ന് അരച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഇഞ്ചി ഇതുപോലെ തോലൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് തോല് കളയണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് വെയിലത്ത് വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് തോല് കിട്ടും. പിന്നെ അതല്ലെങ്കിൽ ചിലവരിപ്പോൾ പറയുന്നുണ്ട് ഓവനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് അങ്ങനെയും പെട്ടെന്ന് കിട്ടുന്നു. ഞാൻ എപ്പോഴും ചെയ്യാറ് ഇതുപോലെ സെൻറ്ററിലൊരു കട്ടാക്കി കൊടുക്കും കേട്ടോ വെളുത്തുള്ളിക്ക്. എന്നിട്ട് ഇതുപോലെ അങ്ങ് തൊലിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മളിത് അരച്ചെടുത്തിട്ട് ഓരോ ബോട്ടിലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓയിലൊന്നും അല്ല കേട്ടോ അരച്ചെടുക്കുന്നത്, സാധാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. എന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അരയാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇതുവരെ കേടൊന്നും വന്നിട്ടില്ല. പിന്നെ ഫ്രിഡ്ജിലാണ് വെക്കാറ് നമ്മൾ അരച്ചിട്ട്. ഇനി അടുത്തതായിട്ട് നോമ്പിന് നമുക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ എളുപ്പ വഴിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് എല്ലില്ലാത്ത ഇറച്ചി എടുത്തിട്ട് അത് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ ഒന്നില്ലെങ്കിൽ മിക്സിയിലിട്ട് അടിക്കുക, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പിച്ചിട്ട് കൊടുക്കുകയോ ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള, പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉള്ളി വഴറ്റിയെടുക്കണം കേട്ടോ. ഉള്ളിയുടെ കളറൊക്കെ ചേഞ്ചായി പച്ചച്ചുവൊക്കെ മാറി ഇതുപോലെ സോഫ്റ്റായി വരുന്ന ടൈമിൽ ഇതിലേക്ക് മസാലയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും നല്ലൊരു ഫ്ലേവറിന് കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ നേരത്തെ വേവിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കനില്ലേ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ കൂട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കാരണം കുറച്ച് ദിവസം വെക്കാനുള്ളതല്ലേ, അപ്പോൾ നാശമാവാതിരിക്കാൻ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതുപോലെ തക്കാളി, മല്ലിയില, പുതിനയില ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ ആവുമ്പോൾ ഇത് പെട്ടെന്ന് കേടായി വരും. അപ്പോൾ ചിക്കൻ വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മളൊരു പാനിലേക്ക് കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ മിൽമയുടെ ഗീ കേട്ടോ. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത നട്ട്സും കിസ്മിസും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയും നല്ലൊരു ഫ്ലേവറിന് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കിയില്ലേ, സ്വാഭാവികമായിട്ടും ഒരു എരിവുള്ള ഫില്ലിംഗ് ഉണ്ടാക്കുമ്പോൾ ഒരു മധുരമുള്ളതും കൂടി ഉണ്ടാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് തേങ്ങയും ശർക്കരയും വെച്ചിട്ടുള്ള ഈ ഫില്ലിംഗ് കൂടി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങ വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ ഒരു ബോക്സിലാക്കി വെക്കുക. അതുപോലെ ചിക്കൻ്റെ ഫില്ലിങ്ങും നമ്മൾ ചൂടാറി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് കട്ട്ലറ്റും സമൂസയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്കൊന്നും കൂടി ഇഷ്ടം ഇതുപോലെ ഫില്ലിംഗ് ആക്കിയിട്ട് വെക്കുമ്പോൾ നമുക്ക് എപ്പോഴൊക്കെയാണോ ആവശ്യം അപ്പോൾ ആ നേരത്ത് സമൂസയോ ചിക്കൻ റോളോ അല്ലെങ്കിൽ മധുരമെല്ലാം വെച്ചിട്ട് പൂവടയോ ഒക്കെ ഉണ്ടാക്കാമല്ലോ. ഇപ്പോൾ നമുക്ക് എരിവുള്ളത് വെച്ചിട്ട് ഇതുപോലെ സമൂസ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. മധുരമുള്ളത് വെച്ചിട്ട് ഇതുപോലെ പൂവട ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോമ്പിന് സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പമല്ലേ. ഇനി ഡെയിലി നമ്മൾ തരിക്കഞ്ഞിയും ഓട്സൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്നും ഇങ്ങനെ വറവിടണ്ട. ഒരു മാസത്തേക്കുള്ള വറവ് ഒന്നിച്ചെങ്ങനെ റെഡിയാക്കി വെക്കാൻ നോക്കുക. അതിനായിട്ട് നമ്മളിവിടെ നട്ട്സും ഉണക്കമുന്തിരിയും ചെറിയുള്ളിയും പിന്നെ ഗീയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടായ ഒരു ചട്ടിയിലോട്ട് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ മിൽമയുടെ ഗീ ആട്ടോ. അതിലോട്ട് ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളിയില്ലേ അത് ഗീ ചൂടാവുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. വല്ലാണ്ട് കരിയിപ്പിച്ചെടുക്കണ്ട. ജസ്റ്റ് അതിൻ്റെ പച്ചച്ചുവൊക്കെ മാറി കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ ആ നട്ട്സ് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. നട്ട്സ് ഇതുപോലെ രണ്ടാക്കിയിട്ടാട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ എനിക്കും അറിയില്ല.
ഒന്നൊന്നാകെ എല്ലാവർക്കും കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനും ചെയ്തു. ഇനി ഇതാ നട്ട്സിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ആ ഉണക്കമുന്തിരിയും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി ഇതുപോലെ ബോൾ പോലെ വെറുത്ത് വരുമ്പോൾ നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. എന്നിട്ട് ഇതാ ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ച് വെക്കാം. ഇനി നമ്മൾ എപ്പോഴൊക്കെയാണോ വറവിടുന്നത് അപ്പോൾ നമുക്കിതിൽ നിന്ന് 1-2 സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പോലെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ എപ്പോഴാണോ തരിക്കഞ്ഞൊക്കെ റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ ചൂട് കൊടുക്കണേ അതിലേക്ക് 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തരിക്കഞ്ഞി വറവിടൽ ഇവിടെ കഴിഞ്ഞ്. അപ്പോൾ നോമ്പ് 30 ദിവസം ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കി വറവിടേണ്ട ആവശ്യമില്ല. കയ്യും കാലൊന്നും പൊള്ളിക്കണ്ടല്ലോ. ഇനി ബാക്കിയുണ്ടെങ്കിൽ പെരുന്നാൾക്ക് പായസം ഉണ്ടാക്കുമ്പോൾ ബാക്കി ഒന്നാകെ അതിലോട്ടങ്ങ് കൊട്ടിക്കൊടുത്താലും മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നോമ്പിന് ഡെയിലി നമ്മളെ വീഡിയോസ് ഉണ്ടാവും. ഷോർട്ട് വീഡിയോ ആയിട്ട് പുതിയ വെറൈറ്റി സ്നാക്സൊക്കെ ലെങ്തി ആയിട്ട് പറയാൻ നമുക്ക് ടൈമും ഇല്ല. കാണാൻ ചിലപ്പോൾ ഇങ്ങൾക്കും ടൈം ഉണ്ടായിന്ന് വരില്ല. അതുകൊണ്ട് ഷോർട്ട് ആക്കിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കിക്കോളൂ കേട്ടോ. ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.